ഹലോ ഫ്രണ്ട്സ്, സോയാബീൻ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കൂ. വളരെ ടേസ്റ്റിയാണ്. ആദ്യമായിട്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. സോയാബീൻ ചുടുവെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം കഴുകി പിഴിഞ്ഞു വെച്ചതാണ്. തക്കാളി, സവാള, കറിവേപ്പില, വെളുത്തുള്ളിയാണ് ആവശ്യമുള്ളത്. എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. തുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും സവാളയെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് വഴണ്ടി വരണം. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, പച്ചമണം മാറുന്നത് വരെ. ഇതുപോലെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ടാവും. പച്ചമണമെല്ലാം മാറിയതിന് ശേഷം ഇതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് സോയാബീൻ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളുടെ അടിപൊളി ടേസ്റ്റുള്ള സോയാബീൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.